എന്തിനു വേണ്ടി പിണറായി വിജയൻ വളരെ സ്വാഭാവികമായ ഇത്തരത്തിലുള്ള ഓഹരി കൈമാറ്റത്തെ LDF സർക്കാരിന്റെ വികസന നേട്ടമെന്ന് ഇവർക്ക് പറയാവുന്ന, അതാണ് ദേശാഭിമാനി പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ വികസന നേട്ടത്തിന്റെ തുടർച്ചയാണ്, അവരുടെ ദീർഘദൃഷ്ടിയുടെ ഫലമാണ് ഈ കരാർ എന്ന് എക്കാലവും അവർക്ക് പറഞ്ഞുകൊണ്ട് നടക്കാവുന്ന ഒരു നേട്ടത്തെ എന്തിനു വേണ്ടി പിണറായി വിജയൻ ഇതിനെ ഒരു വലിയ ഒരു പാതകമാക്കി മാറ്റി? എന്തായിരുന്നു പിണറായി വിജയന്റെ കുൽസിത ബുദ്ധി? അവിടെയാണ് പിണറായി വിജയന് ഇത്തരത്തിലുള്ള പദ്ധതികളെ മുൻനിർത്തിക്കൊണ്ട്, ഇത്തരത്തിലുള്ള കമ്പനികളെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെ അവിടെ നിന്ന് കോഴപ്പണം വാങ്ങിക്കാം എന്ന പിണറായി വിജയന്റെ വക്രബുദ്ധി, കുടില ബുദ്ധി, അതായിരുന്നു ഇതിന്റെ പിന്നിൽ. ഇവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ മറ്റൊരു രംഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. അതായത് കരിമണൽ കർത്ത. കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. കരിമണൽ കർത്താവിന് കരിമണൽ കമ്പനി നടത്തണമെങ്കിൽ ഏത് കക്ഷിയാണോ ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭരണകക്ഷിയുടെ മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ, അതുമാത്രമല്ല മാധ്യമങ്ങളുടെ, സാമുദായിക സംഘടനകളുടെ, ഇവരുടെയൊക്കെ പിന്തുണ വേണം, ഇവരുടെയൊക്കെ സഹകരണം ഉണ്ടായാലേ കരിമണൽ കർത്താക്ക് കമ്പനി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മളോട് പറഞ്ഞത് കരിമണൽ കർത്തായുടെ കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. എന്തിനു വേണ്ടിയിട്ട് കരിമണൽ കർത്താവ് വീണാ വിജയന് മാസം തോറും 8 ലക്ഷം രൂപ വീതം കൊടുത്തു? 2.78 കോടി രൂപ എന്തിന് വീണാ വിജയന് കൊടുത്തു? മാസപ്പടി എന്നാണല്ലോ പറയുന്നത്. എന്തിന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കൊടുത്തു? എന്തിന് മുഖ്യമന്ത്രി PV എന്നു പേരായ ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ ഭരണത്തിലെ ഏറ്റവും പ്രമുഖ വ്യക്തിക്ക് കോടികൾ കൊടുത്തു? പ്രതിപക്ഷത്തുള്ള ആരൊക്കെയാണ്? OC, PK, KC തുടങ്ങിയ കുറെ പേരുകളുണ്ടല്ലോ. ഇത്തരത്തിൽപ്പെട്ട പ്രതിപക്ഷത്തുള്ള പല നേതാക്കന്മാർക്കും എന്തിന് കോടികൾ കൊടുത്തു എന്ന് കരിമണൽ കർത്ത വളരെ വ്യക്തമായിട്ട് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. എന്തിനു വേണ്ടി കൊടുത്തു? ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കമ്പനി നടത്തണമെങ്കിൽ രാഷ്ട്രീയക്കാരുടെ സഹായം വേണം, സഹകരണം വേണം, അല്ലെങ്കിൽ ഇവർ സമ്മതിക്കില്ല. ഭരണകക്ഷിയാണെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കില്ല. പ്രതിപക്ഷമാണെങ്കിൽ ആവശ്യമില്ലാത്ത സമരങ്ങൾ നടത്തി അവരെ ഉപദ്രവിക്കും. മാധ്യമങ്ങളാണെങ്കിൽ അനാവശ്യ വാർത്തകൾ കൊടുത്ത് അവരെ ഉപദ്രവിക്കും. മതസാമുദായിക സംഘടനകളാണെങ്കിൽ ഇവർക്കെതിരെ പ്രക്ഷോഭം നടത്തും. അപ്പോൾ വളരെ ശാന്തമായി പ്രവർത്തിക്കാൻ കോഴ കൊടുത്തേ പറ്റൂ ഈ കേരളത്തിൽ എന്ന് നമ്മളോട് പറഞ്ഞത് കരിമണൽ കമ്പനിയാണ്. എന്താ പറയാ, ഇതൊന്നും അവിശ്വസിക്കേണ്ട കാര്യമില്ല. കരിമണൽ കമ്പനി മാത്രമല്ല, നമുക്കറിയാം ഈ നാട്ടിലെ ഏത് വ്യവസായശാലയും നടത്തണമെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഇത്തരത്തിലുള്ള കോഴപ്പണം നടത്തണമെങ്കിലേ നടത്തിക്കാൻ പറ്റൂ. നമുക്കറിയാലോ കിറ്റക്സ് സാബുവിനെ ഇവിടുന്ന് ഓടിപ്പിച്ചത് കാരണം ഇത്തരത്തിലുള്ള കോഴപ്പണം കൊടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഓടിപ്പിച്ചു. ആന്തൂർ സാജനെ അദ്ദേഹത്തിന്റെ കൺവെൻഷൻ സെന്ററിന് അനുമതി കൊടുക്കാത്ത കാര്യം നമുക്കറിയാമല്ലോ. ഇങ്ങനെ എത്ര കഥകൾ. അപ്പോൾ കേരളത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥ എങ്ങനെയാണ്? നോക്കുകൂലിയിലൊക്കെ ചരിത്രം സൃഷ്ടിച്ചവരാണല്ലോ നമ്മൾ. അതുകൊണ്ട് ഇവിടെ ഒരു വ്യവസായശാല നടത്തണമെങ്കിൽ ഇതിനിപ്പോ പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്നതാണെങ്കിലും വരുത്തുന്നതല്ലെങ്കിലും, പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്നതാണെങ്കിൽ കോഴപ്പണത്തിന്റെ അളവ് കൂടും. അത്രയുള്ള വ്യത്യാസം. അപ്പം കരിമണൽ കർത്ത എന്തിനു വേണ്ടിയിട്ടായിരുന്നു പിണറായി വിജയനും വീണാ വിജയനും മറ്റ് പ്രതിപക്ഷത്തെ നേതാക്കന്മാർക്കും മതസാമുദായിക സംഘടനകൾക്കും പണം വാരിക്കോരി കൊടുത്തത്? അവർക്ക് അവരുടെ കമ്പനി നടത്താനാണ്. ഇതെല്ലാവർക്കും ബോധ്യമായ കാര്യമാണ്. ഇതിന്റെ രേഖകൾ നമ്മുടെ മുമ്പിലൂടെ അത് സംബന്ധിച്ച കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കാര്യം ഇവിടെ പറയാൻ കാരണം, ഇതേപോലെ കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്ന് തനിക്കും തന്റെ മോക്കും കോഴപ്പണം കിട്ടിക്കൊണ്ടിരുന്നു. അതേതായാലും ഈ പറയുന്ന പത്രങ്ങളും മാധ്യമങ്ങളിലും പടവച്ചപ്പാടും ഉണ്ടാക്കി അതേതായാലും സ്റ്റോപ്പായി പോയി. അത് കേസും വക്കാണൊക്കെ ആയിട്ട് ഇപ്പതാ FSIO കുറ്റപത്രം 2 പ്രാവശ്യം ED വിളിപ്പിച്ചു. ഇപ്പതാ പിണറായി വിജയന്റെ വീടിന്റെ ഫോട്ടോ, വീണയുടെ സ്ഥലത്തിന്റെ ആധാരം ഇതൊക്കെ കൊണ്ടിട്ട് ED പോയിട്ടുണ്ട്. എന്നാണ് ഇതൊക്കെ ബ്ലോക്ക് ആകുക, എന്നാണ് ഇതൊക്കെ കണ്ടുകിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല. സമീപ ഭാവിയിൽ ഇതൊക്കെ കണ്ടുകിട്ടും. ആകെ പ്രശ്നത്തിലാണ് പിണറായി വിജയൻ നമുക്കറിയാം, ആകെ പ്രശ്നത്തിലാണ് വീണ വിജയൻ നമുക്കറിയാം. ഈ തിരുട്ടു കുടുംബം ആകെ പ്രശ്നത്തിലാണ്. അവർക്കിപ്പം വരായൊന്നുമില്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു തരത്തിലും കട്ടുമുടിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് പിണറായി വിജയന്റെ ക്രിമിനൽ ബുദ്ധി ഉണർന്നത്. ഇതാ ഒരു സാധ്യത, നമ്മുടെ അദാനി, നമ്മുടെ പാർട്ട്ണർ. പക്ഷേ ഇപ്പം അദാനി നമ്മളെ മൈൻഡ് ചെയ്യില്ല. കാരണം തോറ്റുപോയില്ലേ. നമ്മൾ എന്ത് ചെയ്യാനാണ്? നമ്മളെ പറ്റിച്ചു, നമ്മളെ വോട്ടർമാർ പറ്റിച്ചു, നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞു.
അദാനിക്ക് ഇനി നമ്മളെ ഒരു വിലയുണ്ടാവില്ല. അദാനി ഇനി AKG സെന്ററിലേക്ക് വരില്ല. നമ്മളെ കണ്ടാൽ നമ്മളെ മുന്നിൽ തൊഴുകയോടെ നിൽക്കില്ല. കാരണം അദാനിക്ക് ഇപ്പോ വേണ്ടത് ആരെയാണ്? ഇപ്പോഴത്തെ ഭരണകക്ഷി. വളരെ സ്വാഭാവികമാണ്. അദാനിയുടെ ഈ പോർട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആരുടെ സഹായം വേണം? ഇപ്പോഴത്തെ ഭരണകക്ഷിയായ UDFന്റെ സഹായം വേണം, VD സതീശന്റെ സഹായം വേണം. അല്ലാതെ പിണറായി വിജയന്റെ സഹായം ഇനി അദാനിക്ക് വേണ്ടെന്നേ. ഇനി അദാനിക്ക് വേണ്ട. പിണറായി വിജയൻ ആര്? പാർട്ടിക്ക് കൂടി വേണ്ട. പാർട്ടിക്ക് കൂടി വേണ്ടാത്ത ഒരാൾ, വലിഞ്ഞു കയറി പ്രതിപക്ഷ നേതാവായ ഒരാൾ, അയാളെ ഇനി അദാനി ഒരു തരത്തിലും മൈൻഡ് ചെയ്യില്ല. അദാനിയിൽ നിന്ന് ഒരു സഹായവും പിണറായി വിജയന് കിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പണ്ട് പിണറായി വിജയന് അദാനിയിൽ നിന്ന് സഹായം കിട്ടിയിരുന്നോ? കോഴപ്പണം കിട്ടിയിരുന്നോ? നമുക്ക് മുന്നിൽ തെളിവുകളൊന്നുമില്ല. നമുക്ക് മുമ്പിൽ തെളിവുകളില്ല, അത്തരം ആരോപണങ്ങളില്ല. പക്ഷെ ഞാൻ സംശയിക്കുന്നു കേട്ടോ. പക്ഷെ ഞാൻ സംശയിക്കുന്നു. എന്തിനു സംശയിക്കുന്നു എന്നറിയോ? പറഞ്ഞുതരാം. അതായത് നമ്മുടെ ദിവ്യ എസ് അയ്യർ എന്തോ വലിയ കൊണസ്ട്രാളാണ് എന്നൊക്കെയാണല്ലോ പെട്ടി തൂക്കിയായ KK രാഗേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. KK രാഗേഷ് പറഞ്ഞ ഉടനെ പിണറായി വിജയനും അത് ഏറ്റു പറഞ്ഞു, അപ്പം ഗോവിന്ദനും ഏറ്റു പറഞ്ഞു. ഈ ലേഖനത്തിൽ MV ഗോവിന്ദന്റെ ഈ ലേഖനത്തിൽ ഓഹരി വിൽപ്പനയിലൂടെ തുറമുഖ കൊള്ള എന്ന ലേഖനത്തിൽ പോലും MV ഗോവിന്ദൻ പറയുന്നുണ്ട്, ആ MD സ്ഥാനത്ത് നിന്ന്, വിഴിഞ്ഞം പോർട്ടിന്റെ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിക്കളഞ്ഞു. വലിയ പാതകമായി പോയി. അവരായിരുന്നു അതിന്റെ ഐശ്വര്യം. അവരാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചത്. അക്കാര്യങ്ങൾ ഞാൻ പിന്നെ വിശദമായി പറയാം. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ പറയുന്ന ഈ MD, അതായത് ദിവ്യ എസ് അയ്യർ MD ആയിരിക്കുന്ന കാലത്ത് അദാനിയുടെ ഒരുപാട് ചട്ടലംഘനങ്ങൾക്കെതിരെ നോട്ടീസ് കൊടുത്തു എന്നാണ് പറയുന്നത്, അല്ലേ? സ്വാഭാവികമായും MD സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് അദാനി നടത്തുന്ന നിയമലംഘനങ്ങൾക്കെതിരെ നോട്ടീസ് കൊടുക്കേണ്ടത്. ഈ MD മാത്രം വിചാരിച്ചാൽ പോരാ, അതിനാവശ്യമായ ഒരു ബാക്കിംഗ് സപ്പോർട്ട് എവിടെ നിന്നും കിട്ടണം? ഈ സർക്കാരിൽ നിന്നും കിട്ടണം. അതായത് സർക്കാരാണ് ഈ പറയുന്ന MDയിലൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അദാനിയുടെ ഒരുപാട് ചട്ടലംഘനങ്ങൾ, ചെറിയ ഒരുപാട് ചട്ടലംഘനങ്ങൾ, അതിനു വേണ്ടിയിട്ട് 15ഓ 16ഓ തവണ അദാനിക്ക് നോട്ടീസ് നൽകിയത്രേ. പിഴയും വിധിച്ചു അത്രേ. എത്ര? 15 കോടി രൂപ. 15 കോടി രൂപ അദാനിക്ക് പിഴയും ഇട്ടത്രേ. ആര്? ഈ പറയുന്ന ദിവ്യ എസ് അയ്യർ. ഭയങ്കരിയല്ലേ? ആരാണെങ്കിലും ഇതൊക്കെ ചെയ്യുന്നേ ഇതിനു വേണ്ടിയിട്ടാണ് MD. അതായത് MDയുടെ ആകെ ചുമതല എന്താണ്? ഈ കാര്യങ്ങളൊന്ന് നോക്കുക. അതായത് അദാനിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അദാനിയും സർക്കാരും തമ്മിലുള്ള ചില ഇടപാടുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചട്ടലംഘനങ്ങളൊക്കെ ഉണ്ടായാൽ, ചട്ടലംഘനങ്ങളൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കുക, കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ പിഴ വിധിക്കുക, അദാനിക്ക് നോട്ടീസ് കൊടുക്കുക, ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ദിവ്യ എസ് അയ്യരും ചെയ്തു. പക്ഷെ എന്റെ ചോദ്യം, ഈ 15 കോടി രൂപയിൽ 1 രൂപ, കഴിഞ്ഞ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ ചോദിച്ച പോലെ, ഈ 15 കോടി ഈ പിഴയിൽ 1 രൂപ അദാനി അടച്ചോ? ഇല്ലല്ലോ, ഇല്ലാന്നേ. അദാനി 1 രൂപ കൂടി പിഴ വിധിച്ചതിൽ അടച്ചില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഷോ ആണെന്നേ. ഇതൊക്കെ ഒരു ഷോ ആണ്. അദാനി നിയമം ലംഘിച്ചു എന്ന് പറയും, അദാനിക്ക് നോട്ടീസ് കൊടുക്കും, 15 കോടി പിഴയിടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കോഴപ്പണം വരുമല്ലോ. ഒരു കോഴപ്പണം അദാനി കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കല്ലോ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. 15 കോടി പിഴ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഈ ട്രാഫിക് ലംഘനങ്ങളൊക്കെ നടത്തിയാൽ 1000 രൂപയോ 2000 രൂപയോ പിഴയിടുന്ന ഒരു സംഭവം വന്നാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരു 100 രൂപ 200 രൂപ പോക്കറ്റിലിട്ട് കൊടുക്കും പോലീസുകാരന്റെ, അല്ലേ? പരിശോധിക്കുന്ന പോലീസുകാരന്റെ പോക്കറ്റിലേക്ക് ഒരു 100 രൂപ 200 രൂപ ഇട്ട് കൊടുത്താൽ ഇവന്റെ ഒരു 2000 രൂപയുടെ പിഴ പോയി. ഇത്തരത്തിൽപ്പെട്ട 15 കോടി അദാനി കൊടുക്കുന്നതിന് പകരം അതിന്റെ ഒരു പകുതി കോടി ആരുടെയൊക്കെയോ പോക്കറ്റിലേക്ക് പോയി. ഇത്തരത്തിൽപ്പെട്ട കോഴകൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നിരുന്നു കൂട്ടരെ. ഇല്ല എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇനി മറ്റൊന്ന്, അദാനിക്ക് ഒരു 5 വർഷം കൂടി നീട്ടിക്കൊടുത്തല്ലോ, അല്ലേ? ഇതാരും പറയാത്ത കാര്യമാണ്. അതായത് ഈ അന്തംഗമികളൊന്നും ഇതുവരെ പറയുന്നില്ല. എന്നാ MV ഗോവിന്ദനും പറയുന്നില്ല, P രാജീവും പറയുന്നില്ല, KK രാഗേഷും പറയുന്നില്ല, കാരണഭൂതവും പറയുന്നില്ല. അതായത് നേരത്തെ ഉമ്മൻചാണ്ടി ഇവർക്ക് അനുവദിച്ച ഈ കരാർ പൂർത്തീകരണത്തിന് അല്ലെങ്കിൽ ഈ തുറമുഖം കൈവശം വെക്കാൻ വേണ്ടിയിട്ട് അദാനിക്ക് കൊടുത്ത സമയപരിധി ഒരു 5 വർഷം കൂടി നീട്ടിക്കൊടുത്തു പിണറായി. എന്തിന്? അതിന് കാരണം ഇവരുടെ എന്താ പറയാ, ഇവരുടെ ഈ വർക്ക്, കഴിഞ്ഞ 10 വർഷം ഇവരുടെ തുറമുഖ എന്താ പറയാ വികസന പ്രവൃത്തി വളരെ ഇഴഞ്ഞിട്ടാണ് പോയത്. വേണ്ട തരത്തിലുള്ള ഒരു സഹകരണം സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ടാണ് പദ്ധതി വൈകിയത് എന്നൊക്കെ പറഞ്ഞപ്പോ, എന്നാ അദാനി ഏട്ടാ, നിങ്ങൾക്ക് ഇതാ ഒരു 5 കൊല്ലം കൂടി ഞങ്ങൾ നീട്ടിത്തരാ എന്ന് പറഞ്ഞിട്ട് ഈ കരാർ കാലാവധി 40 വർഷം എന്നുള്ളത് 45 വർഷമായി കൊടുത്തു. ഒരു 5 വർഷം കൂടി കൂട്ടിക്കൊടുത്തു. വെറുതെ കൂട്ടിക്കൊടുക്കോ? ഒരു 5 വർഷം കൂടി നിങ്ങൾ കയ്യിൽ പിടിച്ചോ.
5 വർഷം കൂടി നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ എത്ര കോടികൾ കൈമാറിയിട്ടുണ്ടാവും, എത്ര കോടികൾ കൈമാറിയിട്ടുണ്ടാവും. ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. സതീശനോട് ചോദിക്കുന്നുണ്ടല്ലോ, സതീശൻ എത്ര കിട്ടി? MP രാജേഷ് ഒക്കെ പല പ്രാവശ്യം ചോദിച്ചില്ലേ ഈ മദ്യ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ, ബെക്കാടി എത്ര തന്നു, എത്ര കോടി കിട്ടി? അതേപോലെ ഞാൻ ചോദിക്കട്ടെ, അദാനി എത്ര കോടി തന്നു നിങ്ങൾക്ക് ഈ പറയുന്ന 5 വർഷം നീട്ടിക്കൊടുത്തതിന്? തീർന്നില്ല കൂട്ടരെ, തീർന്നില്ല. ഇനിയാണ് രസം. അതായത് അദാനി കമ്പനിക്ക് പിഴ ചുമത്തിയിരുന്നു. അതായത് ഇവരുടെ വർക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് നീങ്ങാത്തതിന്റെ പേരിൽ 190 കോടിയോളം രൂപ പിഴ ചുമത്തിയിരുന്നു. നേരത്തെ ഈ ദിവ്യ എസ് അയ്യർ ചുമത്തിയ 15 കോടിയല്ല കേട്ടോ, വേറൊരു 190 കോടി രൂപ പിഴ വിധിച്ചിരുന്നു. അത് ട്രൈബ്യൂണലിൽ പോയി ആകെ ആർബിട്രേഷനൊക്കെ വന്നു. അവസാനം അതും അദാനിക്കാണ്ട് വക വെച്ച് കൊടുത്തു. അദാനി ഏട്ടാ ആ 190 കോടിയും അടക്കേണ്ട കേട്ടോ, ഞങ്ങൾ സഹിച്ചു. വെറുതെ സഹിക്കോ? ഞാനതാ പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷം അദാനിയിൽ നിന്ന് ഇവർ എത്ര കോടി മാസപ്പടി കൈപ്പറ്റി? പുറത്തു വരണം. കരിമണൽ കർത്തായിൽ നിന്ന്, കരിമണൽ കർത്ത എവിടെ, അദാനി എവിടെ? അല്ലേ? ഒന്ന് ഒരു അണ്ണാങ്കൊട്ടനും മറ്റൊന്ന് ആനയുമാണ്. ആന എന്ന് പറയുന്ന അദാനി, അണ്ണാങ്കൊട്ടനായ കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്ന് വീണ വിജയന് മാസം 8 ലക്ഷം രൂപ മാസപ്പടി, മൊത്തം 2.78 കോടി രൂപ. ഇതൊക്കെ പുറത്തറിഞ്ഞ കാര്യം, അറിയാത്ത കാര്യം എത്ര കോടിയുണ്ട് എന്ന് നമുക്കറിയില്ല. അതേപോലെ ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും കോടികൾ, ആകെ 198 കോടിയോ മറ്റോ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും കൊടുത്തു. അതിൽ ഏറ്റവും കൊടുത്തത്, വലിയ ഓഹരി കൊടുത്തത് PV എന്ന് പറയുന്ന ആൾക്കാർ ആണ് എന്ന് കരിമണൽ കർത്ത തന്നെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അക്കാര്യം PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് എന്നുകൂടി കരിമണൽ കർത്ത മൊഴി നൽകിയിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു കരിമണൽ കർത്തായുടെ കാര്യം കേട്ടോ. അതായിരുന്നു CMRL കമ്പനിയുടെ ഇടപാടുകൾ. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അദാനിയിൽ നിന്ന് ഇവർ എത്ര കോടികൾ മാസപ്പടി വാങ്ങിയിട്ടുണ്ടാകും? എത്ര കോടികൾ ഇത്തരത്തിൽപ്പെട്ട കോഴപ്പണം കൈപ്പറ്റിയിട്ടുണ്ടാകും? ഞാൻ ഇവിടെ നിർത്തുന്നു. അത് കഴിഞ്ഞിട്ട് 3ാം ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ 1ാം ഘട്ടത്തിന്റെ അവസാനം പറഞ്ഞ പോലെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ പ്രതിപക്ഷത്താണ്. അദാനി മൈൻഡ് ചെയ്യില്ല. അദാനി മൈൻഡ് ചെയ്യണമെങ്കിൽ, അദാനിയിൽ നിന്ന് മുമ്പേ കിട്ടിയ കോഴപ്പണം വീണ്ടും തനിക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അദാനിയെ ചൊറിയണം. വേണ്ടേ? ഇത് CPM-കാരെ പഠിപ്പിക്കണോ? ആരെങ്കിലും പഠിപ്പിക്കണോ? അദാനി എന്ത് ചെയ്യണം? അദാനിയെ ചൊറിയണം. ഇടക്കിടക്ക് അദാനിയെ പ്രശ്നം ഉണ്ടാക്കണം. ഇതാണ് പിണറായി വിജയൻ കളിക്കുന്നത്. 1-ാം തീയതിയിലെ പത്രത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ ഞങ്ങളുടെ അദാനി, ഞങ്ങളുടെ ദീർഘവീക്ഷണം, ഞങ്ങളുടെ 10 വർഷത്തെ ഭരണ നേട്ടം, അതാണ് അദാനി കൊണ്ടുവന്ന ഈ 13,000 കോടിയുടെ പുതിയ നിക്ഷേപം, അദാനി MSCയിലൂടെ കൊണ്ടുവന്ന 13,000 കോടിയുടെ നിക്ഷേപം എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടന്നവർ. അപ്പോൾ പിണറായി കണക്കൂട്ടി അങ്ങനെ ഒരു ഞെളിയലും വേണ്ട. എനിക്ക് വേണ്ടത് എന്താണ്? എനിക്ക് വേണ്ടത് കോടികളാണ്. ആ കോടികൾ കിട്ടണമെങ്കിൽ അദാനി ചെയ്തതൊക്കെ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അദാനി 10 പൈസ തരില്ല. അദാനി തരില്ല. അതിനു വേണ്ടിയിട്ട് അദാനി എന്ത് ചെയ്യണം? അദാനിയെ കുത്തണം. ഇന്നലെ വരെ പാർട്ണറൊക്കെ ആയിരിക്കും. ഇന്ന് അദാനി ശ്രദ്ധിക്കണമെങ്കിൽ അദാനിയെ മാന്തണം, ചൊറിയണം, കുത്തണം, ചവിട്ടണം ഇതൊക്കെ ചെയ്യുമ്പോ അദാനി വിളിക്കും. ഇനിയൊന്ന് സമരം നിർത്തിക്കൂടെ? എത്ര കോഴപ്പണം വേണം? എത്ര മാസപ്പടി വേണം? പറ വിജയ എത്ര വേണം എന്ന് അദാനി ചോദിക്കില്ലേ? അദാനിയല്ല, ഏത് ബിസിനസ്സുകാരനും ചോദിക്കും. അദാനിയെ ബിസിനസ് ചെയ്യാൻ ആരും പഠിപ്പിക്കണ്ട കേട്ടോ. 2454 കോടി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത അദാനിയാണ് 13,000 കോടിക്ക് തന്റെ 49% ഷെയർ വിൽക്കുന്നത്. അതാണ് പുതിയ കാലത്തെ സാമ്പത്തികമായ ഏറ്റവും പ്രധാനപ്പെട്ട ചില തന്ത്രങ്ങളാണ് അദാനി പ്രയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ പ്രയോഗിക്കുന്ന, അങ്ങനെ ഈ മാനേജ്മെന്റിന്റെ, ഈ സാമ്പത്തിക മാനേജ്മെന്റിന്റെ, ബിസിനസ് മാനേജ്മെന്റിന്റെ എല്ലാ പുതിയ താല്പര്യങ്ങളും, എല്ലാ പുതിയ സംവിധാനങ്ങളും സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്ന അദാനിക്ക് ഈ പഴഞ്ചൻ രീതിയാണ്. വ്യവസായം നല്ല രീതിയിൽ നടത്തണമെങ്കിൽ, ഈ കർത്തായുടെ കമ്പനി നല്ല രീതിയിൽ നടത്തണമെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ കുഴപ്പണം കൊടുത്തേ കമ്പനി പ്രവർത്തിപ്പിക്കാൻ പറ്റൂ എന്നുപോലെ ഇപ്പോൾ അദാനിക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ സെബിക്ക് കത്തയക്കുന്നു. എന്തിനു വേണ്ടിയിട്ട് സെബിക്ക് കത്തയച്ചു? സെബിക്ക് പിണറായി വിജയൻ കത്തയക്കുന്നു. അദാനിയുടെ കരാർ തള്ളണം. അദാനിയുടെ കരാർ കള്ളക്കരാറാണ്, ശരിയല്ല. ഇതുവരെ സെബിക്ക് കത്തയക്കുന്നു. VD സതീശന് കത്തയക്കുന്നു. ഇത് ശരിയല്ല, ഇതിൽ ദുരൂഹതയുണ്ട്, ഇത് ശരിയല്ല, നിങ്ങളെ ആദ്യം അറിയിച്ചില്ല. എന്തൊരു കാര്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സംസ്ഥാനത്തെ നേരത്തെ അറിയിച്ചില്ല. അതുകൊണ്ട് ഈ കരാർ എന്ത് ചെയ്യണം? ഒഴിവാക്കണം.
മറ്റേ അപ്പം ഗോവിന്ദൻ പറയുന്നു MSc വേണ്ട, MSc വേണ്ട, MScയുടെ തട്ടിപ്പാണ്, കുത്തകയാണ്, കുത്തക എന്ന് പറഞ്ഞാൽ ഇവര് വായി തോന്നിയ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ കരാർ അന്തിമമായി ഒപ്പിടരുത് എന്ന രീതിയിൽ അദാനി കമ്പനിയെ, ഇന്നലെ വരെ പാർട്ണറായ അദാനി കമ്പനിയെ ഇവര് ചൊറിയുന്നു, മാന്തുന്നു, കുത്തുന്നു, ചവിട്ടുന്നു ഒക്കെ ചെയ്യുന്നു. ഒരു പ്രശ്നമില്ലടോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ നോക്കിക്കോ അദാനി സുന്ദരമായ അദാനി ഒപ്പിടും. ഇവർ കുറച്ചു കാലം ഈ പ്രക്ഷോഭം പ്രതിഷേധമൊക്കെ ആയിട്ട് നടക്കും എന്ന് പറഞ്ഞാൽ കോടികൾ ഇവിടെ മറയും, കോടികളുടെ മാസപ്പടി, കോടികളുടെ ഇത്തരത്തിൽപ്പെട്ട കോഴപ്പണം മറയും. അതിനു വേണ്ടിയിട്ടാണ് മക്കളെ ഈ പറയുന്ന നാടകങ്ങളൊക്കെ. അല്ലാതെ ഈ കരാറിൽ എന്ത് സുതാര്യത കുറവാണുള്ളത്? എന്താണ്? ആരും ഇപ്പോഴും പറയുന്നില്ല എന്താണ് യഥാർത്ഥ. VD സതീശൻ ചോദിച്ച പോലെ എന്താണ് ഈ സർക്കാർ ചെയ്ത തെറ്റ്? ഈ സർക്കാർ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നന്നായിട്ട് അറിയുന്ന ആളാണ് പിണറായി വിജയനാണ് ഏറ്റവും നന്നായിട്ട് അറിയാം. VD സതീശൻ സർക്കാർ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. കാരണം 10 വർഷം ഈ പരിപാടിയൊക്കെ ചെയ്ത പിണറായി വിജയൻ അറിയാം VD സതീശൻ ഒന്നും ചെയ്തിട്ടില്ല. VD സതീശൻ ഒന്നും ചെയ്യാനും പറ്റില്ലടോ. കാരണം ഇതൊക്കെ നേരത്തെ തന്നെ പിണറായി വിജയൻ സെറ്റാക്കിയ സാധനങ്ങളാണ്. പിണറായി വിജയൻ ആളുടെ പ്രശ്നം എന്താണ്? കഴിഞ്ഞ 10 കൊല്ലം കിട്ടിയിരുന്ന കോഴ ഇനി തനിക്ക് കിട്ടില്ല. അത് വാങ്ങാൻ പോകുന്ന ആളാണ്. അത് വാങ്ങാൻ പോകുന്ന ആൾ VD സതീശനാണ്. VD സതീശൻ വാങ്ങുമോ വാങ്ങില്ല എന്നുള്ളത് എനിക്കറിയില്ല. വാങ്ങുകയില്ല എന്ന് എനിക്കറിയില്ല. VD സതീശൻ സത്യസന്ധനാണെങ്കിൽ വേണ്ട എന്ന് പറയും, അതല്ലെങ്കിൽ വാങ്ങും, അത്രയേ ഉള്ളൂ. ഇതൊക്കെ സർവ്വസാധാരണമാണെന്നേ. ഇതൊക്കെ എല്ലാ ഭരണകാലത്തും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ആരും അത്ര വലിയ സത്യസന്ധന്മാരോ ഹരിശ്ചന്ദ്രന്മാരോ ഒന്നും ആവണ്ട കേട്ടോ. അങ്ങനെ ആയി അഭിനയിക്കുന്നു വേണ്ട. ഇതൊക്കെ സർവ്വസാധാരണമാണ്. അപ്പോൾ പിണറായി വിജയൻ ചെയ്തതും സതീശന് ചെയ്യാൻ പോകുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ വരും കാലം തീരുമാനിക്കട്ടെ. ഇതിൽ ആരാണ് സത്യസന്ധൻ, ആരാണ് അഴിമതിക്കാരൻ എന്നൊക്കെ ഇപ്പം തന്നെ നമുക്ക് മുമ്പിൽ വ്യക്തമായ രേഖകളുണ്ടല്ലോ. പിണറായി വിജയൻ 2 കൈയും ഉയർത്തിക്കൊണ്ട് എന്റെ 2 കൈയും ശുദ്ധമാണെന്ന് നിയമസഭയിലാണ് പറഞ്ഞത് കേട്ടോ. നിയമസഭയിൽ പറഞ്ഞിട്ട് പോലും നമ്മളിൽ എത്ര പേർ വിശ്വസിച്ചിട്ടുണ്ട്? പിണറായി വിജയന്റെ 2 കൈയും ശുദ്ധമാണെന്ന് വിശ്വസിച്ച ആൾക്കാർ എത്ര പേരുണ്ട്? എല്ലാം തുറന്ന പുസ്തകമല്ലേ, കിടക്കുകയല്ലേ, തെളിവുകൾ കിടക്കുകയല്ലേ. അപ്പൊ അതേപോലെ പിണറായി വിജയന്റെ ദുഷ്ടലാക്ക് അത്രയേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ടാണ് കെ രാഗേഷിന് പിന്നെ ഈ ദിവ്യായ സയ്യർ പോയതിൽ സങ്കടം ഉണ്ടാവും. അത് പിന്നെ ഇതുമായിട്ട് കൂട്ടി കുഴക്കേണ്ട കേട്ടോ. അത് വേറെ ഒലിപ്പിക്കൽ പരിപാടിയാണ്. അപ്പം കെ രാഗേഷിനോട് സഹതാപം മാത്രമേ ഉള്ളൂ. പക്ഷെ മാത്രമല്ല കണ്ണൂരിലെ 2 പെൺപുലികൾ പെൺപുലികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന 2 വനിതാ നേതാക്കന്മാർ, കണ്ണൂരിലെ മാത്രമല്ല കേട്ടോ, കേരളത്തിലെ തന്നെ ഏറ്റവും സമ്പന്നതരായ CPM-ന്റെ 2 വനിതാ നേതാക്കൾ, അവർക്ക് മുകളിൽ മറ്റൊരു വനിതാ നേതാവും കേരളത്തിൽ ഇല്ല കേട്ടോ. PK ശ്രീമതിയും KK ശൈലജയും ഈ 2 പേരും പറഞ്ഞിട്ടുണ്ട്, KK രാഗേഷെ മിണ്ടാതിരുന്നോ KK രാഗേഷെ. ആർക്ക് വേണമെങ്കിലും ഒരു സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരെ മാറ്റാം? അവിടെ നിന്ന് ആ IAS ഉദ്യോഗസ്ഥന്മാരെ മാറ്റാം. പല മേഖലകളിൽ നിന്നും, പല രംഗങ്ങളിൽ നിന്നും, പല ഓഫീസുകളിൽ നിന്നും, പല സ്ഥാപനങ്ങളിൽ നിന്നും IAS മേധാവികളെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ രാഗേഷ് ഇമ്മാതിരി ചപ്പടാച്ചി വർത്താനം പറയണ്ട. നിന്റെ ഒലിപ്പിക്കൽ അവിടെ വെച്ചാ മതി മോനെ, അത് ഇതുമായിട്ട് കൂട്ടിക്കളർത്തണ്ട എന്ന് PK ശ്രീമതിയും KK ശൈലജയും പറഞ്ഞു കഴിഞ്ഞു. അതിൽ പരം അല്ലെ, അതിനേക്കാൾ കൂടുതൽ പറയാൻ നമുക്കാവില്ല. കാരണം അവര് തന്നെ ഈ ഒലിപ്പീസനെ നല്ല ചെവി പിടിച്ചിട്ട് തിരിച്ച് 2 ചൂറിലോട്ട് 2 പടം പെടുത്തിരുന്ന്. അതുകൊണ്ട് മോനെ രാഗേഷെ ഇനി മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അതും ഇതുമായി ബന്ധപ്പെട്ട കാര്യമില്ല. അത് രാഗേഷിന്റെ കാര്യം, അത് കർണാടകന്റെ കാര്യം, അത് എന്താ പറയാ KKR എന്ന് പറയുന്ന രക്ഷാ കവചത്തിന്റെ കാര്യം, അത് വേറൊരു വലിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് ഞാനത് വിട്ടു. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. അതായത് ഇപ്പോൾ നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വേണമെങ്കിൽ കുറച്ച് ദിവസം കൂടി ഇതിങ്ങനെ നീളും. ഏതുവരെ അദാനി എപ്പോഴാണ് ഈ കോഴപ്പണം കൈമാറുന്നത്? അതുവരെ ഇത് തുടരും. ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സംവാദത്തിന്റെ പ്ലാറ്റ്ഫോമാണ്. എന്റെ പത്രപ്രവർത്തക ജീവിതത്തിൽ നിന്ന് നമ്മൾ കാണുന്ന ഈ പരിസരങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ അവലോകനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ ബോധ്യങ്ങൾ എന്താണ് എന്ന് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാൻ വളരെ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ് ദേശാഭിമാനിയിൽ വന്ന സത്യസന്ധമായ ഫാക്ട്സ് ഉള്ള വാർത്ത തിരുത്തിപ്പിച്ചതും ഈ വിവാദത്തെ ഈ സംഭവത്തെ, ഈ കരാർ കൈമാറ്റം എന്ന് പറയുന്ന വളരെ ലളിതമായ, വളരെ സ്വാഭാവികമായ, അതാണ് അതിന് ശരി, വളരെ സ്വാഭാവികമായ ഈ ഒരു ഓഹരി കൈമാറ്റത്തെ
എന്തോ വലിയ അപകടമാണ് എന്ന രീതിയിൽ, സംസ്ഥാനത്തിന് വലിയ അപകടം വരുത്തുമെന്നുള്ള രീതിയിൽ ഇതിനെ വളച്ചൊടിച്ചത് പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ ആ വാദത്തെ തുടർന്നിട്ടാണ് പിണറായി വിജയന്റെ പെട്ടിതൂക്കികളായ MV ഗോവിന്ദനും ഐസക്കും തുടങ്ങിയ ഇങ്ങോട്ടേക്കുള്ള ആൾക്കാർ മുഴുവനും, KK രാഗേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ മുഴുവനും പിണറായി വിജയൻ വിസർജിച്ച പിണറായി വിജയന്റെ ഈ അഭിപ്രായങ്ങൾ തൊണ്ട തൊടാതെ ഇവർ വിഴുങ്ങി. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ജസ്റ്റ് ഒരു 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. വിഴിഞ്ഞത്ത് ഇവരൊരു പ്രതിഷേധ സംഗമം നടത്തി. ആ പ്രതിഷേധ സംഗമത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ വിഴിഞ്ഞത്തെ വിൽക്കരുത്. വിഴിഞ്ഞത്തെ വിൽക്കരുത് എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തെ വിൽക്കാൻ പോകുന്നു, VD സതീശനും UDF സർക്കാരും വിഴിഞ്ഞത്തെ വിൽക്കാൻ പോകുന്നു എന്ന രീതിയിൽ കള്ളക്കഥ ഇവർ പ്രചരിപ്പിച്ചു. നിങ്ങൾക്കൊക്കെ അറിയാം, അവിടെ സംസ്ഥാനത്തിന്റെ ഈ പോർട്ട് എന്ന് പറയുന്നത്, വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അദാനി എന്ന് പറയുന്നത് ഒരു നടത്തിപ്പുകാരനാണ്. ആ നടത്തിപ്പുകാരനായ അദാനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഇരട്ടിയിലേറെ സംസ്ഥാനം, കേരളം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും അദാനിക്ക് വിൽക്കാൻ പറ്റില്ല. അദാനി ആകെ ചെയ്തത് അദാനിയുടെ കയ്യിലുള്ള ഷെയർ, ആ ഷെയറിന്റെ 2028 ആകുമ്പോഴത്തേക്ക് ആ ഷെയറിന് എത്രയായിരിക്കും മൂല്യം വർദ്ധിക്കുക എന്നുള്ള ഒരു സംഖ്യ നിശ്ചയിച്ച് അതിന്റെ 49% MSC കമ്പനിക്ക് കൈമാറുന്നത്. അത്രയും നടത്തിയിട്ടുള്ളൂ. അത് ഈ കരാറിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തുറമുഖം എന്നാണോ പ്രവർത്തന സജ്ജമാകുന്നത്, ആ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം, ഈ കാര്യം പലർക്കും അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് വിഴിഞ്ഞം പോർട്ട് പ്രവർത്തനക്ഷമമായി 1 വർഷം കഴിഞ്ഞാൽ അദാനി ഗ്രൂപ്പിന് അവരുടെ കൈവശമുള്ള ഷെയർ വിൽപ്പന നടത്താം. എത്ര? 75% വരെ വിൽപ്പന നടത്താം. പക്ഷേ അദാനി ഗ്രൂപ്പ് 49% ഇപ്പോൾ വിൽപ്പന നടത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തിട്ടുള്ളൂ, അല്ല ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴും ഈ കരാറിൽ അന്തിമമായി ഒപ്പുവെച്ചിട്ടില്ല. അതിന്റെ നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അദാനി ഗ്രൂപ്പ് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ് ചെയ്തത്. പക്ഷേ ഇതിങ്ങനെ വിൽക്കുകയാണ്, ഇതിൽ എന്തോ ഒരു കുത്തക വരുന്നു. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 2025 ജനുവരി മാസം 28, 29 തീയതികളിലെ വിഴിഞ്ഞം കോൺക്ലേവിലേക്ക് MSC കമ്പനിയെയും അതുപോലുള്ള കമ്പനികളെയും, കുത്തക കമ്പനികളെ ക്ഷണിച്ചു വന്ന് നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ സർക്കാരായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷത്ത് വന്നപ്പോൾ അവർ പറയുന്നു ഇത് കുത്തകയാണ്, MSC കമ്പനിയെ ഇവിടെ വരുത്തുന്നത് കുത്തകയാണ്. ഈ കരാറിൽ തന്നെയുണ്ട്. അതാണ് VD സതീശൻ പറഞ്ഞത്. നിങ്ങൾ കരാർ വായിക്കൂ. ഈ കരാറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഷിപ്പിംഗ് കമ്പനിക്കും വിഴിഞ്ഞം കുത്തകയാവില്ല. ആർക്ക് വേണമെങ്കിലും കപ്പലുകൾ കൊണ്ടുവരാം. ഈ വ്യവസ്ഥ വളച്ചൊടിക്കാൻ പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊക്കെ അറിയാലോ, കഴിഞ്ഞ 10 ദിവസമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ അദാനിയുടെ ഷെയർ അദാനി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന MSC കമ്പനിക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ. എന്താണ് യഥാർത്ഥത്തിൽ ഈ വിവാദത്തിന്റെ അടിസ്ഥാനം? ആരാണ് ഇങ്ങനെയൊരു വിവാദമുണ്ടാക്കിയത്? എന്താണ് ഇത്തരമൊരു വിവാദമുണ്ടാക്കിയതിലൂടെ അവരുടെ ലക്ഷ്യം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതൊരു കൊടുക്കൽ വാങ്ങലിൻ്റെ പ്ലാറ്റ്ഫോമാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. എൻ്റെ ഈ വാദങ്ങൾ, നിങ്ങൾക്ക് അതിനുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ ഈ വാദങ്ങളെ കാണുന്നത്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുകൂടി അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. കാരണം ഈ 1-ാം തീയതിയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിലെ അദാനിയുടെ ഷെയറിൽ നിന്ന് അദാനി അതിൻ്റെ ഒരു 49% MSC കമ്പനിക്ക് കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത കേരളത്തിൽ പ്രചരിക്കുന്നത്.
അന്നത്തെ ദേശാഭിമാനി പത്രമാണിത്. ഇത് നേരത്തെ പലതവണ പല ചർച്ചകളിലും പറഞ്ഞതാണ്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. പക്ഷേ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ 1-ാം തീയതിയിലെ ദേശാഭിമാനി പത്രത്തിലെ ഈ വാർത്ത. അതായത് MSC ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും, വിഴിഞ്ഞത്ത് 13,000 കോടിയുടെ നിക്ഷേപം, LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് ഈ വിദേശ നിക്ഷേപം. ഇത്രയുമാണ് തലക്കെട്ടിലൂടെ, അതിന്റെ ഡെക്കിലൂടെ, ഇതിന്റെ ഹൈലൈറ്റ്സിലൂടെ ദേശാഭിമാനി വായനക്കാരോട് പറയുന്നത്, അല്ലെങ്കിൽ കേരളീയ സമൂഹത്തോട് പറയുന്നത്. അതായത് ഇത് LDF സർക്കാരിന്റെ നേട്ടമാണ്, LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. നമുക്കൊക്കെ അറിയാലോ, ഉമ്മൻചാണ്ടി തുടക്കമിട്ട ഈ പദ്ധതി കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ സർക്കാരായിരുന്നു ഇതിന്റെ സ്ഥിതിഗതികളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് പറയാം, അവരുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് ഈ 13,000 കോടി ഇവിടെ വന്നത്. ഇതിൽ പ്രസക്തമായ 1-2 കാര്യങ്ങൾ കൂടി ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരണം. അതുകൊണ്ട് ഞാനത് ഈ വാർത്തയിലെ ആ ഭാഗം വായിക്കുകയാണ്. അതായത് ഈ വാർത്തയിൽ പറയുന്നു, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ മുൻ LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയം കൂടിയാണ് ഈ വിദേശ നിക്ഷേപം. ഓക്കെ, പിന്നെ പറയുന്നു, സർക്കാർ നടത്തിയ വിഴിഞ്ഞം കോൺക്ലേവിൽ എന്നായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. 2025 ജനുവരി മാസം 28, 29 തീയതികളിലായിരുന്നു വിഴിഞ്ഞം കോൺക്ലേവ് നടത്തിയത്. എന്തിനായിരുന്നു വിഴിഞ്ഞം കോൺക്ലേവ് നടത്തിയത്? വിഴിഞ്ഞത്ത് ബഹുരാഷ്ട്ര കമ്പനികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു കോൺക്ലേവ് ആയിരുന്നത്. അതായത് വിഴിഞ്ഞത്തിന്റെ വികസനത്തിന് കൂടുതൽ മുതൽ മുടക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ വിദേശ കമ്പനികൾ വരാൻ വേണ്ടിയിട്ട് അവരെ പോയി ക്ഷണിച്ചുകൊണ്ട് അവരുടെ പ്രതിനിധികളെ സ്വീകരിച്ചാനയിച്ച് നടത്തിയ ഒരു കോൺക്ലേവ് ആയിരുന്നു വിഴിഞ്ഞം കോൺക്ലേവ്. അതില് മുൻ വ്യവസായ മന്ത്രി P. രാജീവ് MSC കമ്പനിയെ, ഇപ്പോൾ ഈ വിവാദത്തിലായ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയെ ഈ വിഴിഞ്ഞം കോൺക്ലേവിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവരുന്നു. അവരോട് പറയുന്നു, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആ സംഭവം നടന്നതെന്നാണ് 2025 ജനുവരി മാസം 28, 29 തീയതികളാണ്. ഇതിന്റെ വിശദ വിവരങ്ങൾ 28, 29, അതായത് 2025 ജനുവരി 28, 29, 30 തീയതികളിലെ ദേശാഭിമാനി പത്രത്തിൽ വിവിധ തലക്കെട്ടുകളിലായി ഇതിന്റെ വിശദമായ വാർത്തകൾ ഉണ്ട് കേട്ടോ. അതോടെ നിൽക്കട്ടെ. അപ്പൊ അതുകൊണ്ടൊക്കെ ദേശാഭിമാനി പറയുന്നു, എന്താണ്, സർക്കാർ നടത്തിയ വിഴിഞ്ഞം കോൺക്ലേവിൽ MSC പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ആർക്കും വിയോജിപ്പില്ലല്ലോ, പങ്കെടുത്തിരുന്നു. പിന്നെ UDF സർക്കാർ ഒപ്പിട്ട കരാറിൽ, വളരെ വ്യക്തമായി, വളരെ സത്യസന്ധമായിട്ടാണ് ദേശാഭിമാനി പറയുന്നത്, UDF സർക്കാർ ഒപ്പിട്ട കരാറിൽ പദ്ധതി 2045 പൂർണ്ണമാക്കാനായിരുന്നു വ്യവസ്ഥ. എന്നാൽ LDF സർക്കാരാണ് കരാറിലെ വ്യവസ്ഥ മാറ്റി പദ്ധതി പൂർത്തീകരണം 17 വർഷം നേരത്തെയാക്കി 2028 ഡിസംബറിൽ പൂർത്തിയാക്കാൻ വ്യവസ്ഥയാക്കിയത്. ശരിയാണ്. ഉമ്മൻചാണ്ടി, K. ബാബു തുടങ്ങിയവർ ഒപ്പിട്ട കരാറ്, അതിനുശേഷം പിണറായി വിജയനും വാസവനും ഒപ്പിട്ട അതിന്റെ ഉപകരാറുകൾ, അതിന്റെ അനുബന്ധ കരാറുകൾ ഉണ്ടാക്കിയപ്പോൾ ആ കരാറിൽ പുതിയ ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി നേരത്തെയാക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തത് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. പിന്നെ പറയുന്നു, ഇത് സംബന്ധിച്ച അദാനി പോർട്സും MSC ഗ്രൂപ്പും ധാരണയായി. ഏത് സംബന്ധിച്ച്? ഈ AVPPLന് $285 കോടി, ഏകദേശം 27,000 കോടി രൂപ മൂല്യം കണക്കാക്കി. അതായത് അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റ് 2028 ആവുമ്പോഴത്തേക്ക് അതിന്റെ മൂല്യം എത്രയായി വരും? $285 കോടി, അതായത് 27,000 കോടി രൂപയായി മാറും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 13,000 കോടി രൂപ MSC കമ്പനിക്ക് ഷെയർ വിൽക്കുന്നത്. വളരെ സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പറയുന്നു, വിഴിഞ്ഞത്ത് കൂടുതൽ കണ്ടെയ്നറുകൾ എത്താനും, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? വിഴിഞ്ഞത്ത് കൂടുതൽ കണ്ടെയ്നറുകൾ എത്താനും പശ്ചാത്തല വികസനം മികച്ചതാക്കാനും MSCയുമായുള്ള സഹകരണം വഴിവെക്കും. ഒരു തവണ കൂടി നിങ്ങൾ ഇത് കേൾക്കണം. അതായത് വിഴിഞ്ഞത്ത് കൂടുതൽ കണ്ടെയ്നറുകൾ എത്താനും പശ്ചാത്തല വികസനം മികച്ചതാക്കാനും MSCയുമായുള്ള സഹകരണം വഴിവെക്കും. അങ്ങനെ വളരെ വിശദമായി ഇത്തരത്തിലുള്ളൊരു വാർത്ത. അതായത് MSC കമ്പനി 13,000 കോടി
വിഴിഞ്ഞത്ത് നിക്ഷേപിക്കുന്നു, അദാനിയുടെ ഓഹരി വാങ്ങുന്നു എന്നുള്ള വാർത്ത വളരെ സത്യസന്ധമായി, വളരെ പോസിറ്റീവായി കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ ഒരു വികസന നേട്ടമായി കണക്കാക്കി ദേശാഭിമാനി അവതരിപ്പിച്ച ഒന്നാം പേജിൽ കൊടുത്ത ഈ വാർത്ത തൊട്ട് പിറ്റേ ദിവസം മുതൽ എന്താണ് ഈ വാർത്തക്ക് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഇത്തരത്തിൽപ്പെട്ട ഒരു സമീപനം, ഇതെങ്ങനെയാണ് പിറ്റേ ദിവസം മുതൽ ഇതെങ്ങനെ മാറി? ഈ കരാർ എന്ന് പറയുന്നത് ഏറ്റവും ജനവിരുദ്ധമായ, സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വിരുദ്ധമായ ഒരു തട്ടിപ്പ് കരാറാണ് എന്ന രീതിയിലേക്ക് ഇതെങ്ങനെ മാറി, ആരും മാറ്റി? ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആരാണ് ഈ ചതി ചെയ്തത്? എന്തായിരുന്നു ഈ ചതിക്ക് പിന്നിലുള്ള താല്പര്യം? ഇത് ഇന്നലത്തെ ദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ചിത്രവും പേരും വെച്ചെഴുതിയ ഈ ലേഖനത്തിന്റെ തലക്കെട്ടാണ് ഓഹരി വിൽപ്പനയിലൂടെ തുറമുഖ കൊള്ള. അതായത് 1-ാം തീയതി വിഴിഞ്ഞത്ത് 13,000 കോടിയുടെ നിക്ഷേപം വരുന്നു എന്നും അത് LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് എന്നും പറഞ്ഞ അതേ പത്രത്തിൽ 10 ദിവസത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി പറയുന്നു ഓഹരി വിൽപ്പനയിലൂടെ തുറമുഖ കൊള്ള. ഇതിന്റെ എന്താ പറയാ, ഈ ലേഖനത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഞാനിവിടെ പരാമർശിക്കുന്നില്ല. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, കഴിഞ്ഞ 10 ദിവസം ഇവിടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഡോക്ടർ തോമസ് ഐസക്കും പിണറായി വിജയനും KK രാഗേഷും P രാജീവും തുടങ്ങി CPMന്റെ ഒരുപാട് നേതാക്കൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു 1-ാം തീയതി ദേശാഭിമാനി കൊടുത്ത വാർത്ത ശരിയല്ല, അതെങ്ങനെയോ സംഭവിച്ചു പോയതാണ്. യഥാർത്ഥത്തിൽ ഈ കരാർ അപകടം പിടിച്ച കരാറാണ്, ഒരുപാട് ദുരൂഹതകളുണ്ട്, സംസ്ഥാന താല്പര്യങ്ങൾ ബലികഴിക്കുന്നതാണ്. മുഖ്യമന്ത്രി VD സതീശൻ ഇതിനു വേണ്ടിയിട്ട് ചില അദാനിയുമായി ചില ഡീലൊക്കെ നടത്തി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഇതെങ്ങനെ മാറുന്നു? ഇത് മാറ്റിയ ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. പിണറായി വിജയൻ എന്ന LOP അങ്ങനെയായിരുന്നല്ലോ. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നിയമസഭയിൽ വെച്ചിട്ട് KN ബാലഗോപാൽ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ആക്രോശിച്ചത് LOP എന്നായിരുന്നു വിളിച്ചത്, അല്ലേ? LOP എന്ന് പറഞ്ഞാൽ ലീഡർ ഓഫ് ഒപ്പോസിഷൻ പാർട്ടികളുടെ ലീഡർ, അതായത് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ് ദേശാഭിമാനിയിൽ വന്ന സത്യസന്ധമായ ഫാക്ട്സ് ഉള്ള വാർത്ത തിരുത്തിയതും തിരുത്തിപ്പിച്ചതും ഈ വിവാദത്തെ ഈ സംഭവത്തെ, ഈ കരാർ കൈമാറ്റം എന്ന് പറയുന്ന വളരെ ലളിതമായ, വളരെ സ്വാഭാവികമായ, അതാണ് അതിന് ശരി, വളരെ സ്വാഭാവികമായ ഈ ഒരു ഓഹരി കൈമാറ്റത്തെ എന്തോ വലിയ അപകടമാണ് എന്ന രീതിയിൽ, സംസ്ഥാനത്തിന് വലിയ അപകടം വരുത്തുമെന്നുള്ള രീതിയിൽ ഇതിനെ വളച്ചൊടിച്ചത് പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ ആ വാദത്തെ തുടർന്നിട്ടാണ് പിണറായി വിജയന്റെ പെട്ടിതൂക്കികളായ MV ഗോവിന്ദനും ഐസക്കും തുടങ്ങിയ ഇങ്ങോട്ടേക്കുള്ള ആൾക്കാർ മുഴുവനും, KK രാഗേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ മുഴുവനും പിണറായി വിജയൻ വിസർജിച്ച പിണറായി വിജയന്റെ ഈ അഭിപ്രായങ്ങൾ തൊണ്ട തൊടാതെ ഇവർ വിഴുങ്ങി. അപ്പോൾ ഇത് പറയുന്നത് മുഴുവൻ കള്ളക്കഥകളാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതൊന്നുമല്ല. എന്തിനു വേണ്ടി പിണറായി വിജയൻ വളരെ സ്വാഭാവികമായ ഇത്തരത്തിലുള്ള ഓഹരി കൈമാറ്റത്തെ LDF സർക്കാരിന്റെ വികസന നേട്ടമെന്ന് ഇവർക്ക് പറയാവുന്ന, അതാണ് ദേശാഭിമാനി പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ വികസന നേട്ടത്തിന്റെ തുടർച്ചയാണ്, അവരുടെ ദീർഘദൃഷ്ടിയുടെ ഫലമാണ് ഈ കരാർ എന്ന് എക്കാലവും അവർക്ക് പറഞ്ഞുകൊണ്ട് നടക്കാവുന്ന ഒരു നേട്ടത്തെ എന്തിനു വേണ്ടി പിണറായി വിജയൻ ഇതിനെ ഒരു വലിയ ഒരു പാതകമാക്കി മാറ്റി? എന്തായിരുന്നു പിണറായി വിജയന്റെ കുൽസിത ബുദ്ധി? അവിടെയാണ് പിണറായി വിജയന് ഇത്തരത്തിലുള്ള പദ്ധതികളെ മുൻനിർത്തിക്കൊണ്ട്, ഇത്തരത്തിലുള്ള കമ്പനികളെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെ അവിടെ നിന്ന് കോഴപ്പണം വാങ്ങിക്കാം എന്ന പിണറായി വിജയന്റെ വക്രബുദ്ധി, കുടില ബുദ്ധി, അതായിരുന്നു ഇതിന്റെ പിന്നിൽ.